അൻവി അൻവിയെ അൻവി കുഞ്ഞാ അൻവിയെ അൻവി ഏച്ചേ എഴുതാൻ പോണ്ടേ എഴുതാൻ പോണില്ലേ എഴുതാൻ പോണില്ലേ ഞാൻ പോവാട്ടാ അമ്മ പോവാട്ടെ അപ്പൊ വരൂട്ടെ വണ്ടി എനിക്കുണ്ടാ അമ്മ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ ഉണ്ണിക്ക് മാല വാളൊക്കെ ഇരിക്കണ നോക്കിയേ ഉണ്ണിയുടെ ഇതായിരിക്കണോ പോണ്ടേ എന്നാ വാ സുന്ദരിയായിട്ട് പോവാ കുട്ടനെ വിളിക്കേ ഹായ് ബേബി എന്തിനു വേണ്ട അതിന് വേണ്ട ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ നിന്നിട്ടും ഭംഗി ഞാനാണ് നോക്കിയ. അപ്പൊ നമ്മൾ അൻവീനെ എടുത്തിനെത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ കൂടെ എൻ്റെ അച്ഛനമ്മയും അതുപോലെ അഞ്ചുൻ്റെ അച്ഛനമ്മയൊക്കെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോണത് തിരുവല്ലക്കാവിക്ക്. നല്ല സൂപ്പർ അമ്പലം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിക്കായിട്ട് അമ്പലത്തിൽ പോകുന്നത് നല്ലൊരു വൈബാണ് കേട്ടോ. ഒട്ടുമിക്ക അമ്പലങ്ങളുടെ പോലെ തന്നെ ഇവിടെ നല്ല അന്തരീക്ഷം കേട്ടോ, നല്ല അടിപൊളി അന്തരീക്ഷം. അൻവിയുള്ള ഇതിലേക്ക് എടുത്ത് കത്തിച്ച് നന്നായി പ്രാർത്ഥിക്കാൻ പോവാട്ടോ. മുപ്പരുടെ ഡ്രസ്സ് നല്ല രസമുണ്ട് അല്ലേ, ഇതാ പോണു ചാടി ചാടിയിട്ട്. nga cha cha ja അൻവി ഇവിടക്ക് പായസം തരൂ. എവിടെ? ഓക്കെ. അപ്പോൾ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങണത് അഞ്ജുവിൻ്റെ സ്വന്തം ശകുവിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ തൊട്ടടുത്താണ് വീട്. അതെ, നേരം എല്ലാറ്റും ഫോട്ടോ എടുക്കണതാണ് കേട്ടോ. ഞാൻ തന്നെ എടുത്തെടുക്കുന്ന ആള്. അഞ്ജുവിൻ്റെ ക്യൂട്ട്നെസ്. ഇതാരുടെ വീട്ടിലേക്കാണ് എന്നുവെച്ചാ, അതായത് നിന്റെ ആൻറ്റി. ഓക്കെ. അച്ഛൻ എന്നിട്ട് അവിടെ ചെയ്യണോ? അപ്പോൾ ഒരു സ്റ്റാറ്റസ് ഒരാളെ സംഭവം സെറ്റ് ചെയ്യാനുണ്ടല്ലേ. ശകാൻറ്റി ഞങ്ങൾ പോവാ. ഓക്കെ, അപ്പൊ ഒരു ഹായ് പറയൂ. നീ എന്തെങ്കിലും സംസാരിക്കുവോ? എന്താ സംസാരിക്കാത്ത? സംസാരിക്കില്ലേ? അയ്യോ, നമ്മുടെ ബിന്ദു മാഡം വരുന്നു. ബിന്ദു ചേട്ടൻ്റെ നല്ല ഓറഞ്ച് ഇട്ടിട്ട് കുഞ്ഞാ, ഓറഞ്ച് കണ്ണിമുട്ട. അങ്ങനെ ഈ ചേട്ടൻ്റെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.